ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഒരിക്കൽ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് 50 പ്രധാനപ്പെട്ട മുൻകാല GK ചോദ്യങ്ങളാണ്. വിവിധ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട GK ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. വിജയാമൃതം 220 എന്ന വീഡിയോ സീരീസിലെ 103ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്ന് പരിചയപ്പെടുന്ന 50 GK ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ചോദ്യം ഇതാണ്: വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായ പ്രസ്ഥാനം. 4 ഓപ്ഷനിൽ നിന്നായി വരുന്ന ഉത്തരം ഓപ്ഷൻ സി ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിനാണ്. വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായ പ്രസ്ഥാനം മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിനാണ്. രണ്ടാമത്തെ ചോദ്യം നമ്മൾ പരിചയപ്പെടുന്നു: ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്ന് മൂഴിയിൽ എന്നത് ആരുടെ വരികളാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്ന് മൂഴിയിൽ എന്നത് ആരുടെ വരികളാണെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി, ഇടശ്ശേരി. ഇടശ്ശേരിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വരികളാണ് ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്ന് മൂഴിയിൽ എന്നത്. മൂന്നാം ചോദ്യം പരിചയപ്പെടാം. 2010 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്ക് എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ലിയോ ജിയാബോയാണ്. ലിയോ ജിയാബോയ്ക്കാണ് 2010 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. എന്നാൽ ഇനി വരാൻ പോകുന്ന പരീക്ഷകളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത് 2019 ആർക്കെന്നാണ്. 2019 ലഭിച്ചിരിക്കുന്നത് അബി അഹമ്മദ് അലിക്കാണ്. എത്യോപ്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള അബി അഹമ്മദ് അലിക്കാണ് 2019 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. നമ്മുടെ ചോദ്യം 2010 ആർക്കെന്നാണ്. ഉത്തരമായി വന്നത് ലിയോ ജിയാബോയാണ്. 2019 അറിഞ്ഞിരിക്കണം. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് അതാണ്. 2019 അബി അഹമ്മദ് അലിക്കാണ് ലഭിച്ചതെന്ന കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹം എത്യോപ്യയുടെ പ്രൈം മിനിസ്റ്റർ ആണെന്ന കാര്യം കൂടി ഓർക്കുക. നാലാമത്തെ ചോദ്യം പരിചയപ്പെടാം. ഇന്ത്യയിൽ ഏറ്റവും അധികം കപ്പലണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കപ്പലണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. പരിചയപ്പെടുന്ന അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് എനർജി ഫാം എവിടെയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്ന് വരുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ്, കന്യാകുമാരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് എനർജി ഫാം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണെന്ന കാര്യം ഓർക്കുക. പരിചയപ്പെടുന്ന ആറാമത്തെ ചോദ്യം: തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായി വരുന്നത് പി കുഞ്ഞനന്ദൻ നായരാണ്. പി കുഞ്ഞനന്ദൻ നായരാണ് തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ഏഴാം ചോദ്യം: താഴെ പറയുന്നവയിൽ തുളച്ചു കയറാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ ഏതു രശ്മിക്കാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്ന് വരുന്ന ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗാമാ രശ്മികൾ. ഗാമാ രശ്മികൾക്കാണ് തുളച്ചു കയറുവാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ളത് എന്ന കാര്യം ഓർക്കുക. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളായിട്ട് ഗാമ, ബീറ്റ, ആൽഫ, അതുപോലെ തന്നെ എക്സ്റേസ് എന്നിങ്ങനെ 4 രശ്മികളുടെ പേര് തന്നിരിക്കുന്നു. ഇതിൽ തുളച്ചു കയറാനുള്ള ഏറ്റവും കൂടുതൽ കഴിവുള്ളത് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഗാമ രശ്മികളാണ്. എട്ടാം ചോദ്യം: പക്ഷികളുടെ മുട്ടയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ. തന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ സുവോളജി, ഓവലോളജി, അതുപോലെ തന്നെ ഫിനോളജി, ജിയോളജി. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി ആണ്, ഓവലോളജിയാണ്. ഓവലോളജിയാണ് പക്ഷികളുടെ മുട്ടയെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ. അടുത്ത പരിചയപ്പെടുന്ന 9ാം ചോദ്യം: ചന്ദ്ര എന്ന ഉപഗ്രഹം ആരുടെ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് അമേരിക്ക വിക്ഷേപിച്ചത് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത്. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരമായി വരുന്നത് ഡോക്ടർ എസ് ചന്ദ്രശേഖരൻ. ഡോക്ടർ എസ് ചന്ദ്രശേഖരന്റെ സ്മരണം നിലനിർത്തുന്നതിനാണ് ചന്ദ്ര എന്ന ഉപഗ്രഹം അമേരിക്ക വിക്ഷേപിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ചന്ദ്ര എന്ന ഉപഗ്രഹം ആരാണ് വിക്ഷേപിച്ചത്? അമേരിക്കയാണ് വിക്ഷേപിച്ചത്. ആരുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്? ഡോക്ടർ എസ് ചന്ദ്രശേഖരന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. പരിചയപ്പെടുന്ന 10ാമത്തെ ചോദ്യമാണ്: ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡിസംബർ 24-ാം തീയതി. ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് രാജ്യം ആദരിക്കുന്നത് ഡിസംബർ 24-ാം തീയതി. 11ാം ചോദ്യം: 2014 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് എവിടെയായിരുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഗ്ലാസ്ഗോയാണ്. ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടാണ് 2014 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം,
2018 ഏറ്റവും അവസാനമായിട്ട് നടന്നത് ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ വെച്ചിട്ടാണ്. ഇനി അടുത്തത് നടക്കാൻ പോകുന്നത് 2022 ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാമിൽ വെച്ചിട്ടാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 2018 അവസാനമായി നടന്നത് ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ 2022 നടക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാമിൽ വെച്ചിട്ടാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന 12ാം ചോദ്യം, കുത്തബ് മിനാർ ആരുടെ സ്മരണ നിലനിർത്തുന്നതിനാണ് പണി കഴിപ്പിച്ചത് എന്നതാണ് നമ്മുടെ ചോദ്യം. 4 ഓപ്ഷനിൽ നിന്നായി വരുന്ന ഉത്തരം കുത്തബ്ദീൻ ബക്തിയാർ കാക്കി. കുത്തബ്ദീൻ ബക്തിയാർ കാക്കിയുടെ സ്മരണ നിലനിർത്തുന്നതിനായിട്ടാണ് എന്ത് പണിതത്? കുത്തബ് മിനാർ പണിതത് എന്ന കാര്യം ഓർത്തിരിക്കുക. ചോദ്യം, കുത്തബ് മിനാർ ആരുടെ സ്മരണ നിലനിർത്തുന്നതിനായിട്ടാണ് പണിതത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് കുത്തബ്ദീൻ ബക്തിയാർ കാക്കിയുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കുത്തബ് മിനാർ പണിതത് എന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന 13ാം ചോദ്യം, ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര റിപ്പബ്ലിക് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. നൗറയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര റിപ്പബ്ലിക്. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര റിപ്പബ്ലിക് നൗറയാണ്. 14ാമത്തെ ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ്. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. സർ ആൽബർട്ട് ഹൊവാർഡ് ആണ് ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ്. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് സർ ആൽബർട്ട് ഹൊവാർഡ് ആണ്. സർ ആൽബർട്ട് ഹൊവാർഡ് ആണ് ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ്. 15ാം ചോദ്യം, സുമംഗല എന്ന തൂലികാ നാമത്തിൽ പ്രസിദ്ധയായ മലയാള എഴുത്തുകാരി. ഉത്തരമായിട്ട് വരുന്നത് ലീല നമ്പൂതിരിപ്പാട്. സുമംഗല എന്ന തൂലികാ നാമത്തിൽ പ്രസിദ്ധയായ മലയാള എഴുത്തുകാരി ലീല നമ്പൂതിരിപ്പാട്. 16ാം ചോദ്യം, ആദ്യ സാർക്ക് സമ്മേളനം നടന്നതെവിടെ? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഡാക്ക. ഡാക്കയിലാണ് ആദ്യത്തെ സാർക്ക് സമ്മേളനം നടന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. 17ാമത്തെ ചോദ്യമാണ് നമ്മൾ അടുത്തായി പരിചയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാം വകുപ്പാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര വകുപ്പാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 324. ആർട്ടിക്കിൾ 324 ഇന്ത്യൻ ഭരണഘടനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം, ATMന്റെ പൂർണ്ണ രൂപം. 4 ഓപ്ഷനിൽ നിന്നായി വരുന്ന ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നതാണ് ATMന്റെ പൂർണ്ണ രൂപം. 19ാം ചോദ്യം, ആദ്യത്തെ യൂത്ത് ഒളിമ്പിക്സ് നടന്നതെവിടെ എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ സിംഗപ്പൂർ. സിംഗപ്പൂരിലാണ് ആദ്യത്തെ യൂത്ത് ഒളിമ്പിക്സ് നടന്നത്. 20ാം ചോദ്യം പരിചയപ്പെടാം. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര ആരുടെ ആത്മകഥയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി നെൽസൺ മണ്ടേല. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര ആരുടെ ആത്മകഥയാണ്? നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലോങ് വാക്ക് ടു ഫ്രീഡം എന്നതാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് ഈ പറയുന്ന ഇംഗ്ലീഷ് ആയിരിക്കും. അതിൻ്റെ മലയാള തർജ്ജമയാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര എന്നത്. അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് ലോങ് വാക്ക് ടു ഫ്രീഡം എന്നതാണ്. അതേപോലെ തന്നെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര എന്നത് അതിൻ്റെ മലയാളമാണ്. ഇതാരുടെ ആത്മകഥയാണ്? നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ്. പരിചയപ്പെടുന്ന 21ാം ചോദ്യം, ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. കമാൻഡർ ദിലീപ് ദോണ്ഡെയാണ് ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ഇന്ത്യക്കാരൻ എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ ചോദ്യം എന്താണ്? ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ. ഉത്തരമായി വരുന്നത് കമാൻഡർ ദിലീപ് ദോണ്ഡെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 22ാം ചോദ്യം പരിചയപ്പെടാം. പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ടു വച്ചാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത്? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. ഉത്തരമായിട്ട് വരുന്നത് വൈറ്റമിൻ സി ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത്? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ വൈറ്റമിൻ സി ആണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് 23ാമത്തെ ചോദ്യമാണ്. 2010 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച കവി ആരെന്നാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരമായി വരുന്നത് വിഷ്ണു നാരായണൻ നമ്പൂതിരിയാണ്. 2010 വള്ളത്തോൾ പുരസ്കാരം
ഇനി നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഈ കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം നൽകപ്പെടുന്നത് 1991 അത് ലഭിച്ചത് പാലാ നാരായണൻ നായർക്കാണ്. രണ്ടാമത് ലഭിച്ചത് സൂര്യനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. 2018 ലഭിച്ചത് എം മുകുന്ദനും ഏറ്റവും അവസാനമായി 2019 ലഭിച്ചത് പോൾ സക്രയ്ക്കുമാണ്. ഇതിൽ 2019 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാം. ഒപ്പം 2018 അറിഞ്ഞിരിക്കുക, 1991 അറിഞ്ഞിരിക്കണം. പല പരീക്ഷകളിലും ഇപ്പോൾ രണ്ടാമത് കിട്ടിയതാരെന്ന് എടുത്തു ചോദിക്കുന്നത് കൊണ്ടാണ് 1992 ഇവിടെ നൽകിയിരിക്കുന്നത്. സൂര്യനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് രണ്ടാമത് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. 2010 എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് വിഷ്ണു നാരായണൻ നമ്പൂതിരിയാണ്. 24-ാം ചോദ്യത്തിലേക്ക് പോകാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് നിർമ്മാണം ആരംഭിച്ച വർഷം. ഉത്തരമായി വരുന്നത് 1938. 1938 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് നിർമ്മാണം ആരംഭിച്ചത്. നമുക്കറിയാം 1935 എന്ത് വരുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നത്. 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ്ഡ് ചെയ്യുന്നത്. 1938 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് നിർമ്മാണം ആരംഭിച്ചത്. പരിചയപ്പെടുന്ന 25-ാം ചോദ്യം. എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ്. സമാനമായിട്ടുള്ള പഴഞ്ചൊല്ല് ഏതെന്നതാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരം ഓപ്ഷൻ സി ആണ്. വായ ചക്കര കൈ കൊക്കര എന്നതാണ് എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ് എന്നതിൻ്റെ സമാനമായിട്ടുള്ള പഴഞ്ചൊല്ല്. അപ്പോൾ എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ് എന്ന് സമാനമായിട്ടുള്ള മലയാളത്തിലെ പഴഞ്ചൊല്ലാണ് ഇത് വായ ചക്കര കൈ കൊക്കര എന്നത്. 26-ാം ചോദ്യം പരിചയപ്പെടാം. UGC ആരംഭിച്ചത് ഏത് വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ വരുന്ന ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് 1953 UGC ആരംഭിക്കുന്നത്. ആ ഡേറ്റ് പലപ്പോഴും PSC ചോദിച്ചിട്ടുണ്ട്. 1953 യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിച്ച തീയതിയാണ്. ആ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. പരിചയപ്പെടുന്ന 27-ാമത്തെ ചോദ്യം. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത ചെറു വിമാനം ഏതാണ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്, നേത്രയാണ്. നേത്ര എന്ന് പറയുന്നത് ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുള്ള പൈലറ്റ് ഇല്ലാത്ത ചെറു വിമാനമാണ്. 28-ാം ചോദ്യം. ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നതാര് എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായി വരുന്നത് മായനാണ്. മായൻ എന്നത് ഉമ്മാച്ചുവിലെ കഥാപാത്രമാണ്. ഉമ്മാച്ചുവിലെ കഥാപാത്രമാണ് മായൻ. 29-ാം ചോദ്യം. ഭൗമദിനം എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായി വരുന്നത് ഏപ്രിൽ 22. ഏപ്രിൽ 22-ാം തീയതിയാണ് ഭൗമദിനം. 30-ാം ചോദ്യം പരിചയപ്പെടാം. പരോക്ഷ നികുതിയിൽ പെടാത്തത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. 4 ഓപ്ഷനിലായിട്ട് കസ്റ്റംസ് തീരുവ, വരുമാന നികുതി, വിൽപ്പന നികുതി, സേവന നികുതി. ഉത്തരമായിട്ട് വരുന്നത് വരുമാന നികുതിയാണ്. ബാക്കി വരുന്ന കസ്റ്റംസ് തീരുവ, വിൽപ്പന നികുതി, സേവന നികുതി എന്നിവ പരോക്ഷ നികുതിയിൽ പെടുന്നവയാണെന്ന കാര്യം ഓർക്കുക. വരുമാന നികുതി പരോക്ഷ നികുതിയിൽ പെടുന്നവയല്ല. 31-ാം ചോദ്യം. വിക്രമാംഗ ദേവചരിതം എഴുതിയതാരെന്നാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരം ബിൽ ഹന്നനാണ്. ബിൽ ഹന്നനാണ് വിക്രമാംഗ ദേവചരിതം എഴുതിയത്. വിക്രമാംഗ ദേവചരിതം എഴുതിയതാരെന്ന ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, ബിൽ ഹന്നനാണ്. 32-ാം ചോദ്യം പരിചയപ്പെടാം. ആധുനിക ബഹിരാകാശ നിരീക്ഷണ ശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഗലീലിയോ ഗലീലി. ഗലീലിയോ ഗലീലിയാണ് ആധുനിക ബഹിരാകാശ നിരീക്ഷണ ശാസ്ത്രത്തിന്റെ പിതാവ്. ചോദ്യം, ആധുനിക ബഹിരാകാശ നിരീക്ഷണ ശാസ്ത്രത്തിന്റെ പിതാവ്. ഉത്തരം ഗലീലിയോ ഗലീലി. 33-ാം ചോദ്യം പരിചയപ്പെടാം. അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നതിൽ കേരളം കണ്ടെത്തിയ മാർഗം. ചോദ്യം, അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നതിൽ കേരളം കണ്ടെത്തിയ മാർഗം. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ജനകീയ ആസൂത്രണം. ജനകീയ ആസൂത്രണം എന്ന മാർഗമാണ് അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നതിൽ കേരളം കണ്ടെത്തിയിട്ടുള്ള മാർഗം എന്ന കാര്യം ഓർത്തിരിക്കുക. 34-ാമത്തെ ചോദ്യം. മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയതാര് എന്നതാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരമായി വരുന്ന ഓപ്ഷൻ എ ആണ്, മെഹബൂബ് ഉൽ ഹക്ക് ആണ്.
മെഹബൂബ് ഉൽ ഹഖാണ് മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത്. മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത് ആരെന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് മെഹബൂബ് ഉൽ ഹഖാണ്. 35ാമത്തെ ചോദ്യമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ചോദ്യം ഇതാണ്: ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യത്തെ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യത്തെ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ. ഉത്തരമായിട്ട് വരുന്നത് ഊ താങ് ആണ്. ഊ താങ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യത്തെ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ എന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന 36ാമത്തെ ചോദ്യം: തക്കാളി ലോകത്തിലാദ്യമായി കൃഷി ചെയ്ത സ്ഥലം. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരമായി വരുന്നത് തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്കയിലാണ് തക്കാളി ലോകത്തിലാദ്യമായിട്ട് കൃഷി ചെയ്തത്. ഇനി നമ്മൾ പരിചയപ്പെടുന്ന 37ാമത്തെ ചോദ്യമാണ്: താഴെ കൊടുത്തിരിക്കുന്ന ജില്ലകളിൽ 1949 രൂപീകൃതമാകാത്ത ജില്ലയെന്നാണ് നമ്മുടെ ചോദ്യം. 4 ഓപ്ഷനിൽ നിന്നായി വരുന്ന ഉത്തരം പാലക്കാട് ജില്ലയാണ്. 1949 നമുക്കറിയാം 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നതായിരുന്നു 5 ജില്ലകൾ. ഇതിൽ ഇപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ പാലക്കാട് ജില്ലയായിരുന്നു ആ കാലയളവിൽ ഉണ്ടാകാത്ത ജില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പാലക്കാടാണ്. അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കുക 1949 രൂപീകൃതമായ 5 ജില്ലകൾ: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. പരിചയപ്പെടുന്ന 38ാം ചോദ്യം: എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന് എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായി വരുന്നത് 2002 മാർച്ചിലാണ്. 2002 മാർച്ചിലാണ് എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത്. പരിചയപ്പെടുന്ന 39ാം ചോദ്യം: ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന അസുഖമാണ്? ഉത്തരമായി വരുന്നത് കരൾ. കരളിനെ ബാധിക്കുന്ന അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന കാര്യം ഓർത്തിരിക്കുക. ചോദ്യം: ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന അസുഖമാണ്? ഉത്തരം കരളാണ്. അടുത്ത ചോദ്യം 40ാം ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത പഞ്ചായത്ത്. ഉത്തരമായി വരുന്നത് വരവൂരാണ്. വരവൂരാണ് കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത പഞ്ചായത്ത്. 41ാം ചോദ്യം: ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം. ഉത്തരമായി വരുന്നത് 1954 എന്ന ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം 1954. 42ാം ചോദ്യം: ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥമേത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായി വരുന്നത് അപ്രിയ സത്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഹോം ട്രൂത്തിന് തുല്യമായിട്ടുള്ള മലയാള അർത്ഥം അപ്രിയ സത്യം. പരിചയപ്പെടുന്ന 43ാം ചോദ്യം: സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഉത്തരമായി വരിക വെല്ലസ്ലി പ്രഭുവാണ്. വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. 44ാം ചോദ്യം: ഹിരാക്കുഡ് നദീതട പദ്ധതി ഏതു നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മഹാനദി. മഹാനദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ് ഹിരാക്കുഡ് നദീതട പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന 45ാം ചോദ്യം: സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, മൗണ്ട് ബാറ്റൻ പ്രഭു. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഓപ്ഷൻ എയിലേക്ക് വരുമ്പോൾ സി രാജഗോപാലാചാരി, സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ. അവിടെ ഉത്തരമായിട്ട് വരിക സി രാജഗോപാലാചാരിയാണ്. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. എന്നാൽ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ഉത്തരമായിട്ട് വരിക സി രാജഗോപാലാചാരിയാണ്. 46ാമത്തെ ചോദ്യമാണ് നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്നത്. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഉത്തരമായിട്ട് വരുന്നത് ഗാദർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുതുതായിട്ട് രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഗാദർ എന്ന പേരിലാണ്. ഓർത്തിരിക്കുക, പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുക ബങ്കർ എന്ന പേരിലാണ്. ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന ബങ്കർ എന്ന പേരിലാണ് പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുക. പുതുതായിട്ട് രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഗാദർ എന്ന പേരിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. 47ാം ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ ചണ മിൽ സ്ഥാപിക്കപ്പെട്ടതെവിടെ എന്നതാണ് ചോദ്യം. ഉത്തരമായി വരുന്നത് റിഷ്ട്രയാണ്. റിഷ്ട്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ചണ മില്ല് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക.
48ാമത്തെ ചോദ്യം പരിചയപ്പെടാം. വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റേത്? ഉത്തരമായിട്ട് വരുന്നത് കാൽ ബൈശാഖിയാണ്. കാൽ ബൈശാഖി വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റാണെന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന 49ാമത്തെ ചോദ്യമാണ് കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ മലയാളി. കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ മലയാളി ഉത്തരമായി വരുന്നത് ഡോക്ടർ ജോൺ മത്തായി. ഡോക്ടർ ജോൺ മത്തായി ആണ് കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ മലയാളി. 50ാം ചോദ്യം ഈയത്തിൻ്റെ അയിര് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരമായി വരുന്നത് ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്നത് ഗലീനിയാണ്. ഈയത്തിൻ്റെ അയിര് ഏതു പേരിൽ അറിയപ്പെടുന്നു എന്ന ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഗലീനിയാണ്. ഗലീനിയാണ് ഈയത്തിൻ്റെ അയിര് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ 50 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. മുൻപ് PSC പരീക്ഷയിലെ പ്രത്യേകിച്ചും LDC പരീക്ഷകളൊക്കെ ചോദിച്ചിട്ടുള്ള തിരഞ്ഞെടുത്തിരിക്കുന്ന 50 ചോദ്യങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്. ഈ ക്ലാസ്സുകൾ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഒപ്പം തന്നെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തികച്ചും സൗജന്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ തികച്ചും സൗജന്യമായിട്ട് ലഭ്യമാകാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾക്കൊക്കെ നിങ്ങൾ നൽകിയ എല്ലാവിധ സപ്പോർട്ടിനും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത ക്ലാസ് കാണും വരേക്കും താങ്ക് യു.